നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഞെട്ടിത്തെരിച്ച ഒരു ദിവസമായിരുന്നു. 6 മാസമായി കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു പരിപാടികളിലും പങ്കെടുക്കാതിരുന്ന, ഒരു കാര്യത്തിലും ഇടപെടാതിരുന്ന ശശി തരൂർ ഇന്ന് കോൺഗ്രസിൻ്റെ വേദിയിലെത്തി എന്നു മാത്രമല്ല, എല്ലാ കോൺഗ്രസ് നേതാക്കളുമായിട്ടും പരിചയം പുതുക്കുകയും സ്നേഹപ്രകടനങ്ങൾ നടത്തുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്തു. തിരുവനന്തപുരത്ത് മഹിളാ കോൺഗ്രസ് നടത്തിയ പിണറായി സർക്കാരിന് എതിരെയുള്ള ഒരു സംസ്ഥാന യാത്രയുടെ സമാപനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ശശി തരൂർ വീണ്ടും തൻ്റെ പ്രാതിനിധ്യം തെളിയിച്ചത്. തരൂർ 6 മാസമായി സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ ഒരു പരിപാടികളിലും പങ്കെടുക്കാറില്ല. നരേന്ദ്രമോദിയെയും BJPയെയും അവർ എടുക്കുന്ന തീരുമാനങ്ങളെയും പ്രകീർത്തിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ശശി തരൂരിനെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു പരിപാടികളിലും അടുപ്പിക്കാറില്ലായിരുന്നു. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെയൊക്കെ കാര്യത്തിൽ മോദിക്ക് സർവാത്മന പിന്തുണ നൽകിയ ആളാണ് ശശി തരൂർ. അതുകൊണ്ട് തരൂരിനെ ഇനി കേരളത്തിൽ അടുപ്പിച്ചാൽ മുസ്ലിം വോട്ടുകൾക്ക് അത് ബാധിക്കുമെന്നൊക്കെ പറഞ്ഞ് തരൂരിനെ മാറ്റി നിർത്തുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ കൃത്യമായി തനിക്ക് കേരളത്തിലെ കോൺഗ്രസിൽ റോൾ നിർവഹിക്കാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ശശി തരൂർ ഇതാ വീണ്ടും കളം പിടിക്കാൻ ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് NSS ഒക്കെ ഇപ്പോൾ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ, NSS നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിലെ ആർക്കും കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ പോലൊരാൾക്ക് ഇപ്പോൾ കോൺഗ്രസിൽ പ്രസക്തി ഉണ്ടെന്ന് ശശി തരൂർ മനസ്സിലാക്കുന്നു. തരൂർ ഇപ്പോഴും കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, കോൺഗ്രസിൻ്റെ MP ആണ്, പ്രമുഖ നേതാവാണ്. അതുകൊണ്ട് തന്നെ തരൂർ ഒരു പരിപാടിക്ക് വന്നാൽ വരണ്ട എന്ന് പറയാൻ കോൺഗ്രസിലെ ഒരു നേതാക്കൾക്കും കഴിയില്ല. കാരണം കോൺഗ്രസ് പരമോന്നത സമിതിയിലെ സ്ഥിരാംഗമാണ് ശശി തരൂർ. വർക്കിംഗ് കമ്മിറ്റി അംഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പരിപാടിയും നടത്താൻ കഴിയുകയുമില്ല. അല്ലെങ്കിൽ അദ്ദേഹം കയറി വന്നാൽ ആദ്യത്തെ കസേര അദ്ദേഹത്തിന് തന്നെ കൊടുക്കണം. ഇത് മനസ്സിലാക്കിയ ശശി തരൂർ ഇപ്പോഴത്തെ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ കോൺഗ്രസ് ശരിക്കും പ്രതിസന്ധിയിലാണ്, രാഷ്ട്രീയ പ്രതിസന്ധിയിലാണെന്ന് മനസ്സിലാക്കിയ ശശി തരൂർ തനിക്ക് കളം പിടിക്കാനുള്ള കൃത്യമായ സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് അദ്ദേഹം ഇന്ന് മഹിളാ കോൺഗ്രസിൻ്റെ വേദിയിലെത്തുന്നത്. മഹിളാ കോൺഗ്രസിൻ്റെ വേദിയിലെത്തി മഹിളാ കോൺഗ്രസിനെ അഭിനന്ദിച്ചു കൊടുത്തുള്ള നല്ല മികച്ചൊരു പ്രസംഗം നടത്തി. VD സതീശനെയും KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും എല്ലാം ആശ്ലേഷിക്കുകയും പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. തരൂരിൻ്റെ പ്രസംഗം നല്ല രീതിയിൽ അവിടെ സ്വീകരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. തരൂരിനെ മാറ്റി നിർത്തിയേ അടങ്ങുമെന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായിരുന്നു. പരസ്പരം പോരടിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ തരൂരിനെ ഒഴിവാക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ഒറ്റക്കെട്ടാറാകാറുള്ളത്. എന്നാൽ ഇത്തവണ തരൂർ ആ നീക്കത്തെയും പൊളിച്ചു. കൃത്യമായിട്ട് തനിക്ക് കോൺഗ്രസിലൊരു സ്പേസ് വീണ്ടും ഒരുങ്ങി വരുന്നതായി ശശി തരൂർ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വരുന്ന സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ കേരളത്തിലെ ഓരോ കോൺഗ്രസ് പരിപാടിയിലും ശശി തരൂരിൻ്റെ മുഖം ഇനി നമുക്ക് കാണാൻ കഴിയും. കാരണം അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ തരൂർ ഉദ്ദേശിച്ചിട്ടില്ല. തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാനോ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ ആർക്കും താല്പര്യമില്ല, അവരാരും തയ്യാറാവില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തരൂർ അല്പമൊന്ന് പിൻവലിഞ്ഞത്. എന്നാൽ ഇപ്പോൾ ആരാണ് എന്ത് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിനെ ഇപ്പോൾ നയിക്കാൻ പോലും ശക്തമായൊരു നേതൃത്വം ഇല്ല. കാരണം NSS പോലൊരു സംഘടന ഒരു വിഷയം ഉയർത്തിയപ്പോൾ അത് അഭിസംബോധന ചെയ്യാൻ പോലും കഴിയുന്ന ഒരു നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിന് ഇല്ലാതെ പോയി. അതോടുകൂടി പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം വിഷയമൊക്കെ വന്നപ്പോൾ ആര് പറയണം എന്നുള്ള രീതിയിൽ വലിയൊരു കൺഫ്യൂഷൻ തന്നെ കോൺഗ്രസിനുണ്ടായിരുന്നു. ഇത്തരം വിഷയങ്ങളൊന്നും കൈകാര്യം ചെയ്യാൻ ഈ നിലവിലെ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ള പരാതിയും പരിഭവങ്ങളും ഉയർന്നു. അപ്പോഴാണ് ശശി തരൂർ മനസ്സിലാക്കിയത് അതിബുദ്ധിമാനായ ശശി തരൂരിന് വീണ്ടും കളം പിടിക്കാനുള്ള സാഹചര്യം, തനിക്ക് വീണ്ടും കളം പിടിക്കാനുള്ള സാഹചര്യം കേരളത്തിലെ കോൺഗ്രസിൽ ഒരുങ്ങി വരുന്നുവെന്ന് തരൂർ മനസ്സിലാക്കി. അങ്ങനെയാണ് അദ്ദേഹം വീണ്ടും മഹിളാ കോൺഗ്രസിൻ്റെ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇനി വരുന്ന കോൺഗ്രസിൻ്റെ പരിപാടികളിലെല്ലാം പ്രധാന മുഖമായി താൻ തന്നെ ഉണ്ടാകുമെന്ന പ്രഖ്യാപനം നടത്തിയത്. ഇത് കോൺഗ്രസ് നേതാക്കൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ജനങ്ങളെ ആകർഷിക്കാൻ തരൂരിന് അപാരമായ കഴിവുണ്ട്. കാരണം തരൂരിനെ ഇഷ്ടപ്പെടുന്നവർ ധാരാളം ആ പാർട്ടിയിലുമുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കുപ്പായം പൊടി തട്ടിയെടുത്തുകൊണ്ടാണ് ശശി തരൂർ വന്നിരിക്കുന്നുള്ള കാര്യം നമ്മളാരും മറക്കരുത്. കാരണം 2026 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, കാരണം ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പലപ്പോഴും തമ്മിലടിയാണ് ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതിനെ കുറിച്ച് ആർക്കും വലിയ ധാരണയൊന്നുമില്ലാതെ പോകുമ്പോൾ തരൂരിന് കൃത്യമായ റോൾ അവിടെ നിർവഹിക്കാനുണ്ടെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് മുഖ്യമന്ത്രി കുപ്പായം പൊടി തട്ടിയെടുത്ത് അദ്ദേഹം വീണ്ടും നിരത്തിലിറങ്ങിയിരിക്കുകയാണ്, കോൺഗ്രസിനെ നയിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്.